ബേബിക്ക് ഇനി പൊടി പാറൂലല്ലേ? അപ്പോൾ ഇതാ നമ്മളെ നനച്ചുള്ളിപ്പണി തുടങ്ങിയിട്ടോ. അപ്പോൾ ഇതാ ഇക്കാക്ക റേക്കിൻ്റെ മുകളിലുള്ള എല്ലാ സാധനങ്ങളൊക്കെ താഴേക്ക് എടുത്ത് ഇടുന്നുണ്ട്. അപ്പോൾ ഞാനതൊക്കെ പൊടിയൊക്കെ തട്ടിയിട്ട് നല്ല ക്ലിയറായി തുടച്ചിട്ട് ഇനി അതുപോലെ തന്നെ മേലേക്ക് കയറ്റണം. അപ്പോൾ നമ്മളിതിൽ വേണ്ടിയുള്ള സാധനം മാത്രം തുടച്ചിട്ട് ക്ലിയറാക്കി വെക്കുള്ളൂ. അപ്പം റേക്കിൻ്റെ മുകളിലുള്ളതൊക്കെ താഴോട്ട് ഇറങ്ങി ഇനി അടുത്ത പരിപാടി വെച്ചാൽ ഇതാ ഈ എട്ടുകാലി വല കിട്ടിയതൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഫാനൊന്ന് ക്ലിയറാക്കി തുടക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ജനലൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. ജനൽ കാക്കന്നെ തുടക്കണത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ വീട്ടിലെല്ലാം നനച്ചുള്ളിപ്പണി ആ മനുഷ്യൻ തന്നെയാണ് എടുക്കണതെന്ന്. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കേട്ടോ. അപ്പം അങ്ങനെയൊന്നുമല്ല, അവർക്ക് പറ്റുന്ന പണി ഇതാണ്. ബാക്കി ഇതിൻ്റെ ഡബിൾ പണി നമ്മൾ പെണ്ണുങ്ങൾക്ക് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കണം. ഇനി അടുത്തത് ബെഡ് ഒന്ന് വെയിലത്തിടണം. അപ്പോൾ അത് പൊക്കിയെടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതാ മിഷാൽ ബേബി ഇതാ മൂപ്പർക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ എന്തൊക്കെയോ എടുത്തിട്ടുണ്ട്. ഓയിൻമെൻ്റാണെന്ന് തോന്നുന്നു. നമ്മൾ ഈ വേണ്ടാതെ ഒഴിവാക്കുന്ന സാധനങ്ങൾ മുഴുവൻ ഈ കുട്ടികൾക്ക് വേണ്ടി വരും. അത് വിചാരിച്ചിട്ട് ഞാൻ വലിയവരൊക്കെ സ്കൂൾ പറഞ്ഞയച്ചതിൻ്റെ ശേഷമാണ് ഈ നനച്ചുള്ളിപ്പണി എടുക്കാൻ വേണ്ടി നിന്നത്. കാരണം നമ്മൾ ഒഴിവാക്കുന്ന പഴയ സാധനങ്ങളൊക്കെ ഒരു വീണ്ടും അതേപോലെ തന്നെ കൊണ്ടുപോയി വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ വെക്കും. അപ്പോൾ ഇതാ മിഷാൽ ബേബിക്ക് എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട്. അതിട്ട് പോവുകയാണ്. മിഷാലെ എനിക്ക് പണിയാ വാ, ഇവിടെ പൊടിയുണ്ട്. പുറത്ത് പോ. ഇത് പണിയെടുക്കാം. മൂക്കൊക്കെ പൊത്തിയിട്ടാ, മൂക്ക് കെട്ടിയിട്ടുണ്ട്. പൊടിയൊന്നും പാറൂല. ബേബിക്ക് ഇനി പൊടി പാറൂലല്ലേ? എന്നാ പുറത്തേക്ക് വാ. അപ്പോൾ നമ്മൾ പൊടി തട്ടലും അതേപോലെ ഫാന് ജനൽ വാതിലൊക്കെ നല്ലോണം തുടച്ചതിൻ്റെ ശേഷം ലാസ്റ്റ് ഘട്ടത്തിലെത്തിയാണ് നല്ലൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ ഈ റൂമിൻ്റെ പരിപാടി കഴിഞ്ഞ് ഇനി അടുത്ത റൂമിൻ്റെ പരിപാടി നോക്കാം കേട്ടോ. അപ്പോൾ ഈ റൂം നല്ലതുപോലെ ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഈ റൂമിൻ്റെ അവസ്ഥ എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടെയാണ് വാവന കെടുത്തൽ. തൊട്ടിലിൻ്റെ കമ്പിയാണിത്. ആ റൂമിലുണ്ടായിരുന്ന മുഴുവൻ സാധനങ്ങളും ഇതാ നമ്മൾ ടേബിൾ ഫുള്ളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് കുട്ടികൾ പുസ്തകം മദ്രസത്തെ സ്കൂളത്തൊക്കെ ബുക്കുകളാണിത്. മുസാഫ് അതുപോലെ സ്കൂളത്തെ ബുക്കുകളും എല്ലാം ഉണ്ട്. ഇനി അടുത്ത റൂമിലത്തെ പണി തുടങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ കാക്ക ഇതാ റേക്കിൻ്റെ മുകളിലൊക്കെ കയറി പൊടിയൊക്കെ തട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ റൂമിൽ വല്ലാതെ കച്ചറൊന്നും ഉണ്ടാവില്ല കേട്ടോ. കൂടുതൽ കുട്ടികൾ കിടക്കുന്ന റൂമാണ്. അപ്പോൾ അവിടെ ഷോക്കേസോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കൂടുതൽ കച്ചറായിട്ടൊന്നുമില്ല. അപ്പോൾ ഈ റേക്കിൻ്റെ മുകളിലുണ്ടായിരുന്ന കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് താഴ്ത്തിട്ട് ഒന്ന് പൊടിയൊക്കെ തട്ടിയിട്ട് നല്ലോണം തുടച്ചിട്ട് അങ്ങോട്ട് വെക്കാൻ തന്നെ ഉള്ളൂ. പിന്നെ കട്ടിൽ ജനൽ അൽമാറൊക്കെ ഒന്ന് നല്ലോണം തുടച്ചെടുക്കണം, അത്രേ ഉള്ളൂ. ഇത് കണ്ടില്ലേ ഫാന്. നമ്മളവിടുത്തെ കാലാവസ്ഥൻ്റെ ഒരു കടലിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെസ്റ്റ് പിടിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഫാനിൻ്റെ അവസ്ഥ കണ്ടില്ലേ. അപ്പോൾ ഈ റൂമിൻ്റെ പരിപാടികളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട്. ബെഡ്ഷീറ്റും പുതപ്പൊക്കെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് വിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ തുടക്കലും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഇനി ഇത് പിരിക്കാൻ തന്നെ ഉള്ളൂ കേട്ടോ. ബെഡ്ഷീറ്റ് വിരിച്ചിടാൻ തന്നെ ഉള്ളൂ.
അപ്പോൾ ഇനി അടുത്തത് നമ്മളപ്പോഴേക്കും നമ്മളെ മിഷാൽ ബേബിയൊക്കെ ഉറക്ക് വന്നിട്ട് ഞാൻ കഞ്ഞെടുത്ത് ഉറപ്പിച്ച് മൂപ്പരിതാ തൊട്ടിൽ കിടന്ന് ഉറങ്ങാണ്. അപ്പോൾ ഒരു മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും എണീക്കിട്ടോ. അത്രേ ഉറങ്ങുള്ളൂ. ഒരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ആകുമ്പോൾ എണീക്കും. മൂപ്പര് കഞ്ഞി കൊടുത്തിട്ട് ഞാൻ വേഗം ഉറക്കി, എന്നാലേ നമ്മളെ പണി സ്പീഡായിട്ട് നടക്കുകയുള്ളൂ. അപ്പോൾ ഇതാ നമ്മൾ ഫസ്റ്റ് വൃത്തിയാക്കിയ റൂമിൽ നമ്മൾ ബെഡൊക്കെ ഇട്ട് ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ ഈ ഷോക്കേസിൻ്റെ ഒക്കെ അവസ്ഥ എന്താണെന്ന് നോക്കാം കേട്ടോ. എന്താ ഇതേപോലെ നല്ല വൃത്തിയിൽ വെച്ചിട്ടുണ്ട്. ഇനി ഒരു വൈകുന്നേരം ആകുമ്പോഴേക്കും അത് സ്കൂൾ ഇട്ട് വന്നു കഴിഞ്ഞാൽ അവർ സെറ്റാക്കി തരും. ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഫില്ലാക്കി തന്നോളും. അപ്പോൾ ഇതാണ് അവസ്ഥകളൊക്കെ. വീട്ടിലുള്ള അവസ്ഥ എന്താ അതുപോലെ തന്നെ ആണ്. എല്ലാവരും കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ 2 റൂം വൃത്തിയാക്കി കഴിയുമ്പോഴേക്കും നല്ലോണം വിശന്ന് കണ്ണ് കാണാൻ വയ്യാതായിരിക്കണം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ബത്തക്ക എന്നതിൻ്റെ ശേഷം ബാക്കി പണി തുടങ്ങാമെന്ന്. ഈ ഫ്രൂട്ട്സിന് പല നാട്ടിലും പല പേരാണ് പറയുക. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുകയെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനത് തിന്ന് തീരുമ്പോഴേക്കും നമ്മളൊക്കെ അവിടെ വൃത്തിയായിട്ട് പണി എടുക്കുന്നുണ്ട് കേട്ടോ. മൂപ്പരെ പണി മൂപ്പര് വൃത്തിയായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് അവിടെ തുടക്കുന്നുണ്ട്. അപ്പോൾ ഈ റൂമിൽ കുറച്ചധികം പണിയുണ്ട് നമുക്ക്. ഇവിടെ കുറച്ചധികം സാധനങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്കത് തുടക്കണം. 2 അലമാര, അതുപോലെ തന്നെ 2 ജനൽ, കട്ടിലിൻ്റെ അടിയിൽ കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ ഒഴിവാക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് പരിപാടികളുണ്ട്. പിന്നെ ഈ റൂമിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതാ നമ്മൾ റൂമിൻ്റെ ഉള്ളിലിരുന്നാൽ തന്നെ നമുക്ക് ബീച്ച് കാണാം കേട്ടോ. ഈ ജനാല കൊണ്ട് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാറ്റാട്ടോ. നമുക്ക് ഇവിടെ ഇരുന്ന് നല്ലതുപോലെ കടലിലുള്ള സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഈ ഒരു കാഴ്ച നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഏകദേശം നമ്മളെ പണി തീരാനായിട്ടാണ്. അപ്പം ഇന്ന് 3 റൂം ക്ലീൻ ആക്കിയിട്ടുള്ളൂ. ഇനി ബാക്കി പിന്നെ ഏതായാലും നോമ്പ് വരെ ഇതൊക്കെ തന്നെയാണ് പണി. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യട്ടോ നിങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത്. നമ്മുടെ കേരളത്തിൽ ഈ ഒരു നനച്ചുള്ളിപ്പണി ഇല്ലാത്ത സ്ഥലം എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ ആവോ? ഉണ്ടെങ്കിൽ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ.